അസ്മാഉൽ ഹുസ്ന കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 28 അമലുകളാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ പറയുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്കിത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. നിങ്ങളിത് കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കിലോ മറ്റൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ ഈ ഇസ്മുകളെ കൊണ്ട് കാരണമാകും. പ്രത്യേകിച്ച് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുന്നവർ ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലുന്നവരായാൽ മതി. എന്നാൽ തന്നെ ഈ ഇസ്മുകളെ കൊണ്ടൊക്കെ അമല് ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും. അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാളയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഫലം ലഭിക്കും. അസ്മാഉൽ ഹുസ്നയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട, ചൊല്ലുന്ന മാത്രയിൽ തന്നെ പ്രതിഫലം ലഭിക്കാനും ഫലം ലഭിക്കാനും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില രൂപങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ഇത് എത്രയോ മഹാന്മാർ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയതും മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതുമൊക്കെയാണ്. ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അവിടെ നോക്കിയാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാവൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളെ കൊണ്ടുള്ള പ്രയോഗങ്ങളാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കും. ഇതൊക്കെ അനുയോജ്യമായിട്ടുള്ള തൗക്കീലുകൾ ചേർത്തിയിട്ട് ചൊല്ലുന്ന രൂപവുമുണ്ട്. അതല്ല ഇത് മാത്രമായിട്ട് ചെയ്യുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമുക്ക് കാവൽ ലഭിക്കാൻ നല്ല കാവലുണ്ടാകും. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വലിയ വലിയ ഹാദിമീങ്ങൾ, മലക്കുകൾ, അവരുടെയൊക്കെ ഖിദ്മത്ത് നമുക്കുണ്ടാകാൻ കാരണമാകും. അപ്പോൾ നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോൾ, ബുദ്ധിമുട്ടുകളിൽ പെടുമ്പോഴൊക്കെ ഒരു ഹിഫ്ള് നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ഹിഫ്ളിന് വേണ്ടിയിട്ടുള്ളത് അതിന് ചൊല്ലേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം യാ ആഖിറു യാ ഹലീം യാ സത്താറു യാ മുഹീത്തു യാ ഖാദിർ എന്നുള്ളതാണ്. ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഇത് എത്ര തവണ ചൊല്ലണം? 2133 തവണ ചൊല്ലണം. ഇനി ഇതിൻ്റെ വേറൊരു രൂപം എന്താ? ചൊല്ലലല്ലാത്ത മറ്റൊരു അമല് കൂടെ ഇതിനുണ്ട്. നമ്മൾ റുമ്മാൻ പഴത്തിൻ്റെ തൊലി അതിൽ പൊതിഞ്ഞ് ഇത് എഴുതിയിട്ട് ഇത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കുക. അതുകൊണ്ടും ഇത് ബുഹൂറൊക്കെ പുകച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതൊക്കെ എഴുതേണ്ടതെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള സമയവും സാഹചര്യമൊക്കെ കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ് എഴുതാത്തത്. പലപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ എഴുതുമ്പോഴും ഞാൻ തന്നെ പലപ്പോഴും നേരിട്ട് പലരോടും നിങ്ങൾക്ക് നേരിട്ട് കളങ്ങൾ വരക്കാൻ കഴിയുമെങ്കിൽ കളങ്ങൾ വരക്കണം എന്നുള്ളതും, നഖ്ഷുകൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകുമെന്നുള്ളതും, മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുമ്പോഴുള്ള അതിനേക്കാളും ആത്മാർത്ഥത നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ളത് കൊണ്ടും, എങ്ങനെയാണ് എഴുതുമ്പോൾ പാലിക്കേണ്ട ഷർത്തുകൾ എന്തെല്ലാമാണ്, ഏതു മഷിയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയുള്ള കലമാണ് ഉപയോഗിക്കേണ്ടത്, എഴുതുമ്പോൾ പാലിക്കേണ്ട ഉപാധികൾ എന്തൊക്കെയാണ്, ഈ ബുഹൂർ പുകയ്ക്കാന്ന് ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഈ ബുഹൂർ ഏതൊക്കെയാണ്, അത് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞാൽ തീരാവുന്നൊരു വിഷയമല്ല. അതിനെക്കുറിച്ച് മാത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിനെല്ലാം കാണിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പോലെ അത് വരും. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ കാവലിന്, നമ്മുടെ മക്കളുടെ കാവലിന്, കുടുംബങ്ങളിലുള്ളവരുടെ കാവലിനൊക്കെ ഈ ഒരു ഇസ്മ ഇതേപോലെ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും എഴുതി വെക്കുക. ഞാൻ എഴുതി തയ്യാറാക്കാത്തത് കൊണ്ടാണ് ഇവിടെ എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതി കാണിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരുപാട് ഉണ്ടായതുകൊണ്ട് നമുക്ക് എഴുതാനുള്ള പ്രയാസം കൊണ്ടാണ്. രണ്ടാമത്തേത് നമ്മുടെ ഈ സന്താനങ്ങളുടെ, നമ്മുടെ മക്കളുടെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ട്, മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വളരെയധികം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവരുണ്ടാകും. അത്തരം ആളുകൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി ചൊല്ലാവുന്ന
അസ്മാഉൽ ഹുസ്നയിലെ പ്രയോഗമാണ് യാ റഖീബു യാ മുജീബ് എന്ന് പറയുന്നത്. യാ റഖീബു യാ മുജീബ്. ഇത് 376 തവണയാണ് ചൊല്ലേണ്ടത്. അതങ്ങനെ 376 തവണ ചൊല്ലാം. അതിൻ്റെയും തന്നെ നമ്മൾ ഈ ഒരു പ്രത്യേക ഫ്രൂട്ടിൻ്റെ തൊലിയിൽ പൊതിഞ്ഞ് അത് ബുഹൂർ പുകച്ച് എടുത്തു വെക്കേണ്ട ഒരു രൂപമുണ്ട്. നമ്മൾ ചുമന്ന് അടക്കേണ്ട രൂപമുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നിനും അതിൻ്റേതായ രൂപങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റു സന്ദർഭത്തിൽ വിശദീകരിക്കുന്നതാവും നന്നാവുക എന്ന് തോന്നുന്നുണ്ട്. ഇത് ചൊല്ലുക, എങ്ങനെ ചൊല്ലുക? യാ റഖീബ് യാ മുജീബ് എന്നുള്ളത് 376 തവണ. ഇനി മൂന്നാമത്തെ, ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ, നമ്മുടെ ഉന്നതങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ നമുക്കെതിരെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ, ഇതിനെ തൊട്ടൊക്കെ തടയാൻ കാരണമാകുന്ന അസ്മാഉൽ ഹുസ്നയിലെ പ്രയോഗമാണ്. നമ്മളിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടാകും. അതേപോലെ തന്നെ എപ്പോഴും ചൊല്ലാൻ കഴിയാത്തവർ, എന്നാൽ ചൊല്ലാൻ നിന്നാൽ തന്നെ പൈശാചികമായ ഉപദ്രവം കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയാത്തവർ, അത്തരം ആളുകൾക്കൊക്കെ ഇത്തരം ചെറിയ ചെറിയ ഇസ്മുകളെ കൊണ്ടുള്ള പ്രയോഗങ്ങൾ യൂസ്ഫുൾ ആകുന്നുള്ളതുകൊണ്ടാണ്. പലപ്പോഴും ഇവിടെ നേരിട്ട് വരുമ്പോഴും പലരും അതൊക്കെ പറയാറുണ്ട്. യാ നാഫിഉ യാ മാനിഉ, ഇത് 362 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ആത്മാർത്ഥമായിട്ട് 361 തവണ ചൊല്ലുകയാണെങ്കിൽ, 362 തവണ ചൊല്ലുകയാണെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാസവും നമുക്കുണ്ടാവില്ല. നമ്മളൊരു ഫേമിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണം. ആ ജോലിയിൽ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു അനുകൂലമായ നിലപാട്, അതോറിറ്റിയിൽ നിന്ന്, നമുക്കൊരു ബോർഡിൽ നിന്ന്, ഒരു വിങ്ങിൽ നമുക്കൊരു അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു വിജയം ലഭിക്കാനൊക്കെ ഈ ഇസ്മ തടസ്സങ്ങൾ നീങ്ങാനും നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനും, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതൊരു വലിയ തടസ്സമാണല്ലോ, വലിയ കാവൽ ലഭിക്കാനും കാരണമാകുന്ന ഒരു പ്രയോഗമാണ് യാ നാഫിഉ യാ മാനിഉ എന്നുള്ളത്. ഇനി ശക്തമായ രൂപത്തിൽ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ആ രൂപത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് യാ മുദില്ലു യാ മുൻതഖിമു എന്ന് പറയുന്നത്. യാ മുദില്ലു യാ മുൻതഖിമു. ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇത് ചെയ്യാൻ. യാ മുദില്ലു യാ മുൻതഖിമു, ഇതിൻ്റെ അദദ് 1400 ഇത് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഞാൻ ഈ പറയുന്ന ഇസ്മുകളൊക്കെ ചെറിയൊരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. യാ മുദില്ലു യാ മുൻതഖിമു എന്നാണ് അത് എഴുതേണ്ടത്, ചൊല്ലേണ്ടത്. ആത്മാർത്ഥമായിട്ട് 1400 തവണ കൃത്യമായ എണ്ണം പിടിച്ചു ചൊല്ലിയാൽ ഒരു ശത്രുവിൻ്റെ അക്രമവും നമ്മിലേക്ക് എത്തില്ല. അവൻ്റെ നാക്ക്, അവൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അതിനൊക്കെ തളർച്ച സംഭവിക്കാനും നമുക്കെതിരെ ഒന്നും പ്രയോഗിക്കാതിരിക്കാനും കാരണമാകുന്നുള്ളതാണ്. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അത് തടയപ്പെടാനും നല്ലൊരു കവചം ലഭിക്കാനും കാരണമാകുന്ന മറ്റൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ യാ ഖാബിലു യാ ഖഹാർ എന്ന് പറയുന്നത്. വളരെ സവിശേഷമേറിയൊരു ഇസ്മാണ്. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ സെപ്പറേറ്റ് നമ്മൾ വിശദീകരിച്ച് എത്രയോ മുമ്പ് വീഡിയോസുകളിൽ പറഞ്ഞതാണ്. 1209 തവണയാണിത് ചൊല്ലേണ്ടത്. യാ ഖാബിലു യാ ഖഹാർ എന്നാണ് അതിൻ്റെ പ്രയോഗം. ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയ്ത്തൂൻ്റെ തൊലിയിൽ പൊതിഞ്ഞ് ഇത് ബുഹൂറൊക്കെ പുകച്ചിട്ട് അതിൻ്റെ ഒരു തൗക്കീലൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം അത് പ്രത്യേകമായിട്ട് ചുമന്നുകൊണ്ട് നടന്നാൽ വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക്, ആ ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. ഇനി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകണം. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരാളിൽ നിന്ന്, നമ്മുടെ മുകളിലുള്ള പൊസിഷനിലുള്ള ഒരാളിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ പ്രയോഗമാണ് യാ സുബ്ഹു യാ ഖുദ്ദൂസ് എന്ന് പറയുന്നത്. 246 തവണയാണത് ചൊല്ലേണ്ടത്. ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് ആവശ്യമായി വരുന്ന ഇസ്മുകളാണ്. ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. നല്ല വിശ്വാസത്തോടു കൂടെ അസ്മാഉൽ ഹുസ്നയൊക്കെ പകർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, നല്ല ഫലം അതിന് ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ പരാജയപ്പെട്ടാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഘട്ടത്തിലാണെന്ന് സങ്കല്പിക്കാം. ശത്രുവിൻ്റെ ആ ഒരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ നമുക്ക് വിജയിക്കാൻ കഴിയൂല എന്ന് ഉറപ്പാണ്. അത്തരം ഒരു ഘട്ടത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ ലോറു യാ മുമീത്ത് എന്ന് പറയുന്നത്. 1491 തവണയാണ് ചൊല്ലേണ്ടത്. യാ ലോറു യാ മുമീത്ത് 1491 തവണ ചൊല്ലാം.
ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ ശത്രുക്കളുടെ ഒരു കുതന്ത്രവും അവിടെ വിലപ്പോകില്ല. വളരെ പെട്ടെന്ന് അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി തീരും. അവൻ പരാജയപ്പെട്ട് നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. കള്ളന്മാരുടെ ശല്യത്തിന് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഒരു പ്രയോഗമാണ് യാ സലാമു യാ മുഅ്മിനു എന്ന് പറയുന്ന പ്രയോഗം. യാ സലാമു യാ മുഅ്മിൻ. അത് 267 തവണയാണ്. ഇതൊരൊറ്റ വീഡിയോയിൽ ഇങ്ങനെ മുഴുവനായിട്ട് പറയുന്നത്. ഈ ഒരൊറ്റ വീഡിയോ കാണലോടുകൂടെ തന്നെ ഇതിലൂടെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമാകുന്ന ഒരമലായതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ സലാമു യാ മുഅ്മിൻ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മോഷണങ്ങളിൽ പെടൂല, കള്ളന്മാരുടെ ശല്യത്തിൽ പെടൂല, കൊള്ളക്കാരുടെ ശല്യത്തിൽ പെടൂല. അത്തരം എല്ലാ ശല്യങ്ങളെ തൊട്ടും വലിയ കാവൽ ലഭിക്കാൻ കാരണമാകുന്നതാണ്. നമുക്ക് മറ്റുള്ളവരാൽ അവോയ്ഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കുടുംബങ്ങളിൽ ചെന്നാൽ ആരും അംഗീകരിക്കുന്നില്ല, ആരും ആക്സെപ്റ്റ് ആക്കുന്നില്ല, എല്ലാവരും നമ്മളെ നെവർ മൈൻഡാക്കി കാണുന്നു. അവരുടെ അടുക്കൽ നിന്നൊക്കെ റെസ്പെക്റ്റ്, നമ്മൾ അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ? മാതാപിതാക്കൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഗുരുവര്യന്മാർ അവരുടെ ശിഷ്യന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന ഒരു ബഹുമാനമുണ്ട് അല്ലേ? നമ്മുടെ നാട്ടുകാരിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അർഹിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. അത് കിട്ടിയാലേ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് ശരിക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇസ്മാണ് യാ അലീമു യാ മുഇസ് എന്ന് പറയുന്നത്. യാ അലീമു യാ മുഇസ്. അത് 1334 തവണയാണ് ചൊല്ലേണ്ടത്. ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിൻ്റെ ഫലം, റിസൾട്ട് നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവരൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടവരാരും പരാജയപ്പെട്ടിട്ടില്ല. അസ്മാഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ 99 തവണ ആ ഒരു വിഷയം എന്താണ് നമ്മൾ നിയ്യത്ത് വെക്കുന്ന ആ വിഷയത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യണം. അതുകൊണ്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായി ചെയ്യാം. അപ്പോൾ യാ അലീമു യാ മുഇസ് 1334 തവണ എഴുതി വെച്ചോ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഉപകാരപ്പെടും. നമ്മുടെ മക്കൾ പെട്ടെന്ന് വിദേശത്തു നിന്ന് വിളിച്ച് പറയണേ, ഉമ്മ ഉപ്പ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലുള്ളത്, എൻ്റെ ഇന്നതിൽ ഇങ്ങനെ ആയിട്ടുണ്ട്, വല്ലാത്തൊരു പ്രതിസന്ധിയാണെന്ന് പറയുമ്പോൾ നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരൊരു ഹോപ്പോട് കൂടെ, പ്രതീക്ഷയോട് കൂടെയാണ് നമ്മോട് വിളിച്ച് പറയുന്നത്. നമ്മളവർ സന്തോഷത്തോട് പറഞ്ഞു കൊടുക്കുക. പാരൻസാണ്, മാതാപിതാക്കളാണെന്ന അർത്ഥത്തിൽ അവരത് സ്വീകരിക്കുകയും ചെയ്യും. അതവർ വളരെ പവിത്രതയോടുകൂടെ കണക്കാക്കുകയും ചെയ്യും. അങ്ങനെ അവരത് ചൊല്ലുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകും. കാരണം അത് അസ്മാഉൽ ഹുസ്നയാണല്ലോ, നല്ല ഫലം ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഈ കപ്പിൾസിനിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. അപ്പോൾ അതൊന്ന് രമ്യതയിലെത്തണം, പരസ്പരം സ്നേഹത്തിലാകണം. ആ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യാ കബീറു യാ ജമീലു എന്ന് പറയുന്നത്. യാ കബീറു യാ ജമീൽ, യാ കബീറു യാ ജലീൽ, യാ കബീറു യാ ജലീൽ. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 305 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളൊരു ഹെഡിങ് എഴുതി വെക്കാം. കപ്പിൾസിനിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, പിണക്കമുള്ളവർക്കിടയിൽ ഇണക്കമുണ്ടാൻ, പ്രത്യേകിച്ച് ദമ്പതികൾക്കും കപ്പിൾസിനുമൊക്കെ ഇടയിൽ വളരെയധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രയോഗമാണിത്. യാ കബീറു യാ ജലീലു 305 തവണ. അടുത്തത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രൂപമാണ്. നമ്മളെ കുടുംബത്തിലൊക്കെ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലായ്മ, മക്കൾ തമ്മിൽ ഐക്യമില്ലായ്മ, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ലായ്മ, മാതാപിതാക്കൾ തമ്മിൽ ഐക്യമില്ലായ്മ, കുറച്ചും കൂടെ അകന്ന കുടുംബങ്ങളും ഇവരും തമ്മിൽ ഐക്യമില്ലായ്മ. ഇത്തരം സന്ദർഭങ്ങളിലും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും രമ്യതയിലും മുന്നോട്ട് പോകാൻ കാരണമാകുന്ന ഇസ്മാണ് യാ അസീസു യാ വദൂദ് എന്ന് പറയുന്നത്. യാ അസീസു യാ വദൂദ്. ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം ഉണ്ടാകും. അതിൻ്റെ അതത് 114ആണ്. ആത്മാർത്ഥമായി ചെയ്യാട്ടോ, 114. ഇൻഷാ അല്ലാഹ് നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇസ്മ വദൂദ് എന്ന് പറയുന്ന ഇസ്മൊക്കെ അത്രയും അർത്ഥവിശാലതയെ ഉൾക്കൊള്ളുന്നതാണ്. കൗടുംബിക ജീവിതത്തിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു ഇസ്മാണ്. അതേപോലെ തന്നെ നമുക്ക് ജനപ്രീതി നേടാൻ, അത് വലിയ അഹങ്കാരിയാവാനൊന്നുമില്ല, ചില സന്ദർഭങ്ങളിൽ നമുക്കതൊക്കെ ആവശ്യമുണ്ടാവും. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. വീട്ടിൽ നിന്ന് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലേ, അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ,
പുതിയ പുതിയ കാലത്തുള്ള ഒരുപാട് എന്താ റെസിൻ ആർട്ട് പോലെയുള്ള കാലിഗ്രഫി പോലെയുള്ള ചെറിയ ചെറിയ ടോയ്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് വീട്ടിൽ നിന്ന് നല്ല ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ എപ്പോഴും ചൊല്ലേണ്ട ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ യാ ലാഹിറു യാ ബാത്തിനു എന്ന് പറയുന്നത്. അത് 1168 തവണയാണ് ചൊല്ലേണ്ടത്. നമുക്ക് ആളുകൾക്കിടയിലൊക്കെ ഒരു ജനപ്രീതി ഉണ്ടാകാനും ജനകീയമാകാനും നമ്മുടേതൊന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ആളുകളൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ കാരണമാകുന്നൊരു ഇസ്മാണ്. അപ്പോൾ യാ ലാഹിറു യാ ബാത്തിനു എന്നുള്ളത് 1168 തവണ. ഇനിയുള്ള ഇസ്മ എല്ലാവർക്കും ഉപകാരപ്പെടും, പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളുള്ളവർക്ക്. എൻ്റെ മോനിന്ന് നീറ്റ് എക്സാമിന് പോവുകയാണ് എന്ന് പറഞ്ഞ് ദുആ കേൾപ്പിക്കാറില്ലേ? SSLC എക്സാം, +2 എക്സാം, ഓരോ ദിവസവും വരുന്ന എക്സാം, എൻട്രൻസ് എക്സാം, ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇങ്ങനെ എക്സാമിൽ പരീക്ഷകളിൽ വിജയിക്കാൻ വേണ്ടി ചൊല്ലാവുന്നൊരു ഇസ്മാണ്. ഇതൊക്കെ ആ മക്കൾക്ക് വേണ്ടി നമുക്കും ചൊല്ലാം, അവർക്ക് ചൊല്ലാൻ കൊടുക്കുകയും ചെയ്യാം. യാ സ്വമദു യാ നൂറു യാദൽ ജലാലി വല്ലിക്റാം 1571 തവണ എഴുതി വെച്ചോ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം. അവർ പ്രധാനപ്പെട്ട എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, അവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 1571 തവണയാണ് ചൊല്ലേണ്ടത്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ അസീസ് യാ സ്വമദു യാ നൂറു യാദൽ ജലാലി വല്ലിക്റാം, യാ സ്വമദു യാ നൂറു യാദൽ ജലാലി വല്ലിക്റാം എന്നാണ് ചൊല്ലേണ്ടത്. യാ സ്വമദു യാ നൂറു യാദൽ ജലാലി വല്ലിക്റാം. നല്ല റിസൾട്ട് ലഭിക്കും. അടുത്തത് 14-ാമത്തേതാണ്. നമ്മൾ ഒരു ഉന്നതമായ പൊസിഷനിലിരിക്കണം. ചിലപ്പോൾ ഒരു ജോബിൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളൊരു ഉയർന്ന പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ കുറച്ച് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ടാകും. അങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കണം എന്ന് നമുക്ക് തോന്നണം. അങ്ങനെ അനുസരിക്കണം എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചൊല്ലിക്കോ. 524 തവണയാണ് ചൊല്ലേണ്ടത്. യാ ഷദീദു യാ ജബ്ബാർ, യാ ഷദീദു യാ ജബ്ബാർ. ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും. യാ ഷദീദു യാ ജബ്ബാർ എന്നാണ് ചൊല്ലേണ്ടത്. 524 തവണയാണ് ചൊല്ലേണ്ടത്. നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് യാ ഷദീദു യാ ജബ്ബാർ എന്നുള്ളത്. ഇനി ഈ രോഗം കാരണം ഭയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അറ്റാക്കുള്ള ആളുകൾ, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്നുള്ള പേടി, അറ്റാക്ക് പെട്ടെന്ന് വരുമോ എന്നുള്ള പേടി, എന്തെങ്കിലും ഒരു വയറുവേദന എന്തെങ്കിലും കാണുമ്പോൾ തന്നെ എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള പേടി, ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഭീതിയിലായി കഴിയുന്ന ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന 2 ഇസ്മാണ് യഥാർത്ഥത്തിൽ യാ ബാസിത്തു യാ ഫത്താഹ് എന്ന് പറയുന്നത്. അത് 561 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ശരിക്ക് ഈ റുമ്മാൻ പഴത്തിൻ്റെ തൊലിയിലൊക്കെ പൊതിഞ്ഞ് ബുഹൂർ പുകച്ച്, എന്നെ പറയാത്തെന്ന് വെച്ചാൽ അത് ശരിക്കും അതിൻ്റെ രൂപം വിശദീകരിച്ച് തരേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ആകുമ്പോൾ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ തൊട്ടൊക്കെ വലിയ കാവലാകുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതാണ് അത്? യാ ബാസിത്തു യാ ഫത്താഹ് എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യാം. രോഗവുമായി ബന്ധപ്പെട്ട ഏത് പ്രതിസന്ധികളൊക്കെ തൊട്ടും കാവലാകും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പേടി ഉണ്ടല്ലോ, ആ പേടി പോയി കിട്ടാനും അതൊരു ഒരു കാരണമാകും എന്നുള്ളതാണ്. അടുത്ത വസ്വാസുമായി ബന്ധപ്പെട്ട് ഉളു എടുക്കുമ്പോൾ വസ്വാസ് എടുത്ത് കഴിയൂല. ടാങ്കിലെ വെള്ളം തീരുന്നവരേ ഉളു എടുക്കുന്നുണ്ട് എന്നാണ് പലരും ഇവിടെ വരുമ്പോൾ പറയാറുള്ളത്. ചില ആളുകൾക്ക് നായയുമായി ബന്ധപ്പെട്ട വസ്വാസുണ്ട്. ഇവിടെ തന്നെ എനിക്കൊരു 1-ലധികം ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു 6-7 ആളുകൾ വന്നിട്ടുണ്ട്. നായയുമായി ബന്ധപ്പെട്ട വസ്വാസ് പറഞ്ഞാൽ നായ ഇവിടെ തൊട്ടിട്ടുണ്ടോ, ഇവിടെ നേസാക്കിയിട്ടുണ്ടോ എന്ന് തോന്നുക. അപ്പോൾ അത് കഴുകണം. അവിടെ കഴുകുന്ന സമയത്ത് വീണ്ടും മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, ഞാനിത് കഴുകിയത് നായ തൊട്ട സ്ഥലമാണല്ലോ. ഈ നായ തൊട്ട സ്ഥലം കഴുകിയപ്പോൾ അതിൻ്റെ ഒരു തുള്ളി അത് ഈ ചുമരിലേക്ക് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും കഴുകണം അല്ലേ? അപ്പോൾ അവിടെ കഴുകുന്നു. അവിടെ കഴുകുമ്പോൾ വീണ്ടും സംശയം, വസ്വാസ്, മുകളിൽ ആയിട്ടുണ്ടാവുമോ ഞാൻ കഴുകിയപ്പോൾ, മുകളിൽ കഴുകുന്നു. അങ്ങനെ വീട് മുഴുവൻ കഴുകുന്നു. 1, 2, 3 മണിക്കൂർ ഇരുന്നിട്ട് യഥാർത്ഥത്തിൽ ഒരു നായ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഫസ്റ്റ് ആ തൊടാത്ത സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കഴുകുന്നത്. അവിടെ കഴുകിയോണ്ടാണ് ഇപ്പോൾ വീടിൻ്റെ പല ഭാഗങ്ങളും കഴുകേണ്ടി വരുന്നത്. രാവിലെ 10 മണി മുതൽ തുടങ്ങിയാണ് ഈ പണി, 2 മണിയായിട്ടും തീർന്നിട്ടില്ല. അനുഭവമുണ്ട്. ഇത് പറയുമ്പോൾ വെറുതെ പറയുമെന്ന് വിചാരിക്കരുത്. ഇതേ സെയിം അനുഭവമായിട്ട് വന്നവരുണ്ട്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞത്. അതേപോലെ വുളു എടുക്കുമ്പോൾ എൻ്റെ കൈ നനഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയം. വസ്വാസ് ഷെയ്ത്വാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വസ്വാസുകളുണ്ട്. അത്തരം വസ്വാസുകൾ നീക്കം ചെയ്യാൻ പറ്റുന്ന ഇസ്മാണ് യാ ലത്തീഫ് യാ റഊഫ് എന്നുള്ളത്. 421 തവണയാണ് അത് ചൊല്ലേണ്ടത്.
ആത്മാർത്ഥമായി ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കും, വസ്വാസ് നീങ്ങിപ്പോകും. ആപൽ ഘട്ടങ്ങളിൽ ക്ഷമ വരാൻ, അതാണ് എല്ലാവർക്കും വേണ്ടത്. നമ്മളെ വേണ്ടപ്പെട്ടവർ വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ചില വിഷയങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി പോകുമ്പോൾ, അല്ലേ, അകാലത്തിൽ പൊലിഞ്ഞു പോകുമ്പോൾ നല്ല ക്ഷമ കിട്ടാൻ എപ്പോഴും ചൊല്ലേണ്ട ഇസ്മാണ് യാ സബൂറു യാ ഷക്കൂർ. 824 തവണയാണ് ചൊല്ലേണ്ടത്, ആത്മാർത്ഥമായി ചൊല്ലുക. ഇനി പറയുന്ന ഈ ഒരു രൂപം ഒട്ടുമിക്ക ആളുകൾക്കും ഉപയോഗപ്പെടും. എപ്പോഴും എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നുക, മുകളിൽ നിന്ന് ടാപ്പ് തിരിച്ചിട്ടോ എന്ന് തോന്നുക, വിവാദത്തിൽ ആരോ മുട്ടിയെന്ന് തോന്നുക, ഇങ്ങനൊരു തോന്നലുള്ള ആളുകൾ, അതേപോലെ തന്നെ കൊടിയ ജിന്നുകളുടെയും ഷെയ്ത്താന്മാരുടെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇതാണ് ഇത്. നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ എഴുതിയിട്ട് കൊടുക്കുകയോ ഇത് ചൊല്ലിയിട്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ സ്ഥിരമായി ചൊല്ലാൻ പറയുകയോ ഒക്കെ ചെയ്താൽ നല്ല കാവൽ ലഭിക്കും കേട്ടോ. എന്താണെന്നറിയോ, യാ ഹഫീലു യാ വക്കീൽ, അതിൻ്റെ അതത് 1064 അതിൻ്റെ അതത്. ഇത് 1064 തവണ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പൈശാചിക ഉപദ്രവങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ചൊല്ലാൻ കൊടുക്കുകയോ കെട്ടിക്കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ്. നമ്മൾ നമ്മുടെ മറുപക്ഷത്തിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ മുമ്പിൽ പതറാതിരിക്കാൻ വേണ്ടിയിട്ട് യാ ഖായിമു യാ ദായിം, അത് 206 തവണയാണ് ചൊല്ലേണ്ടത്. നമുക്ക് വേറുള്ള ഒരാളിൽ നിന്നൊരു സഹായം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാ നിഅമൽ മൗല യാ നിഅമൻ നസീർ എന്ന് ചൊല്ലിയാൽ മതി. എന്താണ് യാ നിഅമൽ മൗല യാ നിഅമൻ നസീർ 436 തവണ. യാ ഖായിമു യാ ദായിം എന്ന് നേരത്തെ പറഞ്ഞത് 206 തവണയാണ്, ഇത് 436 തവണയാണ് ചൊല്ലേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് മനക്കരുത്തുണ്ടാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞേക്കാം, വഹിമ്മത്തുഹു സുഗ്റ അജല്ലു മിനദ് ദഹരി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്ത്, ഹിമ്മത്ത്, അത് ഭയങ്കര പവറുള്ളതാണെന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഹിമ്മത്താണ് എപ്പോഴും വേണ്ടത്. ഏതു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിയണം. എന്ത് കേട്ടാലും അത് ഉൾക്കൊള്ളാനും അതിനെ തരണം ചെയ്യാൻ കഴിയണം. അതിന് പറ്റുന്ന ഇസ്മാണ് യാ തോലിബു യാ ഗാലിബു എന്ന് പറയുന്ന ഇസ്മ. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 1075 തവണ. നല്ല ഫലം ലഭിക്കും. ഇനി നോക്കൂ, രോഗം ഷിഫയാകാനുള്ളൊരു പ്രയോഗമുണ്ട്, നല്ല യൂസ്ഫുൾ ആകുന്ന പ്രയോഗമാണ്. ഏത് രോഗങ്ങളും ഷിഫയാകാൻ കാരണമാകുന്നതാണ്. ചൊല്ലേണ്ടത് യാ കാഫി യാ ഷാഫി എന്നുള്ളതാണ്. യാ കാഫി യാ ഷാഫി എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 502 തവണയാണ് ചൊല്ലേണ്ടത്. യാ കാഫി യാ ഷാഫി. രോഗങ്ങൾ ഷിഫയാകും. സ്ഥിരമായി ചൊല്ലലിനെ പതിവാക്കുക. മാരകമായ രോഗങ്ങളുള്ളവർ, ഓപ്പറേഷൻ പറഞ്ഞവർ, അവയവം മുറിച്ച് മാറ്റാൻ പറഞ്ഞവർ, അറ്റാക്ക് സംഭവിച്ചവർ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രോഗങ്ങളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഇത് ചൊല്ലാവുന്നതാണ്. ഈ പൈശാചികമായ ഉപദ്രവം, ഈ പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. നമ്മുടെ അടുക്ക് പലപ്പോഴും അത്തരം കേസുകൾ വരാറുണ്ട്. നമ്മുടെ മുമ്പിലൊക്കെ അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആക്ഷനൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ഈ നല്ലൊരു സർപ്പം ഒക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വഴഞ്ഞു ചുറ്റി നിൽക്കുന്നത് പോലെ, പത്തി വിടർത്തി നിൽക്കുന്ന പോലെ അവരെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അവരുടെ ഉള്ളിൽ എന്തോ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ളൊരു സാധനമുണ്ട്. അതിനൊക്കെ ഇറക്കി ഒഴിവാക്കി അത് കളയുമ്പോഴേക്കും 1.5-2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ പിടിക്കും. അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചിരിക്കും. ഞാൻ പലപ്പോഴും അത്തരം കേസുകളൊക്കെ നേരത്തെ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു വരണമെന്ന് പറയാറുണ്ട്. ഇവിടെ കുറേ ആളുകളുണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് പ്രത്യേകം പറയാറുണ്ട്. എന്നാലും പലപ്പോഴും പലരൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ യാ ഹഫീൽ യാ വക്കീൽ എന്നുള്ളത് നന്നായിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ചെയ്തു നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾ, ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നല്ല പുരോഗതി ലഭിക്കാൻ, നമ്മുടെ ബിസിനസ്സിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ, നല്ല പ്രോഫിറ്റ് ഉണ്ടാകാനൊക്കെ, കച്ചവടം നല്ല റാഹത്തായിട്ട് നടക്കാനൊക്കെ പറ്റുന്ന ഇസ്മാണ് യാ വഹാബ് യാ റസാഖ്. അത് 321 തവണയാണ് ചൊല്ലേണ്ടത്. ആത്മാർത്ഥമായി ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കുന്ന ഒരു അമല് കൂടെയാണത്. അതേപോലെ തന്നെ യാ വലിയു യാ അലിയ്, യാ വലിയു യാ അലിയ് 156 തവണയാണ് ചൊല്ലേണ്ടത്. നല്ല രക്ഷ ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ട് പല ആളുകളും പറയാറുണ്ട്, എൻ്റെ മക്കൾ അങ്ങനെയാണ് ഉസ്താദെ, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഉസ്താദെ, എൻ്റെ ഭാര്യ അങ്ങനെയാണ് ഉസ്താദെ, അവരാരൊക്കെയോടോ ഇങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത്തരം ആളുകൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ് യാ ഒനിയു യാ കരീം.
യാ ഗനിയ്യു യാ കരീം എന്നുള്ളത് ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും. എപ്പോഴും ഇങ്ങനെ ഒരു ഭീതിയിൽ കഴിയുന്ന ആളുകളുണ്ട്. എൻ്റെ പാപങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാനൊന്നും നിന്നെ ധിക്കരിച്ച് ചെയ്തല്ല, അറിയാണ്ട് ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു, സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് അള്ളാഹിനോട് അന്ന് ശപഥം ചെയ്തിറങ്ങിയ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഷർറിൽപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഇങ്ങനെ ഒരു പാശ്ചാത്താപ മനസ്സുള്ള ആളുകൾ, എന്നാൽ തെറ്റിന്ന് പിന്മാറാനും കഴിയുന്നില്ല. അത്തരം ആളുകൾ പല ആളുകളുണ്ട്. അത്തരം രൂപത്തിലുള്ള ആളുകൾ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാ തവ്വാബ് യാ ഹക്കീം എന്ന് പറയൽ. 487 തവണയാണ് ചൊല്ലേണ്ടത്. നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. എല്ലാ കാര്യവും വിജയത്തിലാകാൻ പറ്റുന്ന ഇസ്മാണ് യാ ഹാദി യാ മുബീൻ, യാ ഹാദി യാ മുബീൻ, യാ ഹാദി യാ മുബീൻ. ആത്മാർത്ഥത ചെയ്തു നോക്കൂ. 122 തവണ, 122 തവണ നല്ല ഫലം ലഭിക്കും. ഇനി നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നറിയോ? ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ ഒരു ഡേറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഇപ്പോൾ മരണപ്പെട്ടു പോകുന്നുള്ള പേടിയിലായിരിക്കും നമ്മളുണ്ടാവുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ നമ്മളെ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുക. ആരാണ് അങ്ങനെ ഈമാൻ കിട്ടി മരണപ്പെടാതിരിക്കാൻ? അങ്ങനെ ചിന്തിക്കാവുന്ന ആരും ഉണ്ടാവില്ല. ഈമാൻ കിട്ടി മരിക്കണം. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ഈമാൻ ഊരിപ്പോകുമെന്നുള്ള പേടിയിലാണ് നമ്മളുള്ള. എത്ര ആളുകൾ ആഖിബത്ത് ചീത്തയായി മരണപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലൊക്കെ ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും. അത് അള്ളാഹിൻ്റെ പ്രത്യേകമായ സിഫത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നൊരായത്താണ്. ഇതൊരു രഹസ്യ അറിവ് പോലെ, ഒരു സിറായ ഇൽമ് പോലെ നിങ്ങളുടെ മനസ്സകങ്ങളിൽ വെക്കുക. നമ്മുടെയൊക്കെ ഈമാൻ സലാമത്തായി മരണപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കും. മരണപ്പെടുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നമുക്ക് വെള്ളം തരും. ഈമാൻ സലാമത്താകും. ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിക്കും. അവിടുത്തെ പുഞ്ചിരി കണ്ടു മരിക്കാൻ സാധിക്കും. ആ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ പദം ഉച്ചരിച്ച് മരിക്കാൻ സാധിക്കും. യാ വാഹിദു യാ അഹദു യാ റഹ്മാനു യാ റഹീമു യാ സമീഉ യാ ഖരീബ് 1080 തവണയാണ് ചൊല്ലേണ്ടത്. യാ വാഹിദു യാ അഹദു യാ റഹ്മാനു യാ റഹീമു യാ സമീഉ യാ ഖരീബ് എന്ന് പറയുന്ന ഇസ്മ ആത്മാർത്ഥമായി ചൊല്ലിക്കോ. അള്ളാഹു ഇസ്മുകളെ കൊണ്ടൊക്കെ അമൽ ചെയ്യുന്നവർക്ക് നല്ല ഫലം നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.